വയനാടിന്റെ തുരങ്കപാതയുടെ ഉദ്ഘാടനം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അവിടെ പണികൾ തുടങ്ങിയിരിക്കുകയാണ്. തത്സമയം നിങ്ങളുടെ മുൻപിലേക്ക് ഏറ്റവും മനോഹരമായി തന്നെ കൈരളി ന്യൂസ് അത് എത്തിക്കുകയും ചെയ്തു. ഈ തുരങ്കപാത മാത്രമല്ലെന്നേ, വയനാട്ടിലേക്ക് മറ്റൊരു വഴിയുടെ സാധ്യതകൾ കൂടി തേടുകയാണ് നമ്മുടെ കേരളം. അതായത് ബ്രിട്ടീഷ് ഭരണകാലത്തിന് ശേഷം വയനാട്ടിലേക്ക് നമ്മൾ വഴിവെട്ടുകയാണ്. ആ വഴിവെട്ടുന്നത് LDF സർക്കാരാണ്, പിണറായി വിജയൻ സർക്കാരാണ്. തുരങ്കപാതയുടെ നിർമ്മാണ പ്രവർത്തികൾ തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ തേടുന്നത് ഒരു ബദൽ പാതയുടെ സാധ്യതകളാണ്. ഞങ്ങൾ അനക്കാംപൊയിലൊക്കെ എത്തിയപ്പോൾ അവിടെ ഒരുപാട് മനുഷ്യർ പറയുന്നുണ്ടായിരുന്നു, ഈ തുരങ്കപാതയുടെ കൂടെ ആ ബദൽ പാത കൂടി വന്നാൽ അതുണ്ടാക്കാൻ പോകുന്ന മാറ്റം ചെറുതായിരിക്കില്ല എന്ന്. അത്തരത്തിലുള്ള ആ അഭിപ്രായങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ഇതാ ബദൽ പാതയ്ക്കായി സംസ്ഥാനം സാധ്യതകൾ തേടുന്നു. അതിൻ്റെ സർവേ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വെറുതെ ഇങ്ങനെ പരിശോധിക്കുകയല്ല, സർവേകൾ വരെ ആരംഭിച്ചിരിക്കുന്നു. പ്രവൃത്തി പഥത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ്, പറഞ്ഞു പോവുകയല്ല, പ്രവർത്തിച്ച് കാണിക്കുകയാണ് സർക്കാർ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പൂഴിത്തോട് പടിഞ്ഞാറത്തറ ബദൽ റോഡിന്റെ സർവേ നടപടികളാണിപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഈ വാർത്തയുടെ, ഈ വികസന കാഴ്ചയുടെ സമഗ്ര വിവരങ്ങൾ പങ്കുവയ്ക്കാനായി മേഘ മാധവൻ കോഴിക്കോട് നിന്ന് എന്നോടൊപ്പം ചേരുകയാണ്. നോക്കാം എങ്ങനെയാണ് ആ ബദൽ വഴിയുടെ സാധ്യതകളെന്ന്. മേഘ, ഗുഡ് മോർണിംഗ്. മനോഹരമായൊരു വികസന സ്വപ്നത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണ്. ഇന്ന് നമ്മൾ സ്വപ്നമെന്ന് പറയുന്നില്ല, കാരണം സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാകുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ ഈ ബദൽ പാതയുടെ സാധ്യതകൾ എത്രത്തോളമാണ്? സർക്കാർ അതിൻ്റെ ആലോചനകളിലേക്ക്, നടപടികളിലേക്ക് എങ്ങനെയാണ് കടന്നിരിക്കേണ്ടത്? മനു, ഗുഡ് മോർണിംഗ്. അതായത് വയനാട്ടിലേക്കുള്ള യാത്ര അത് എപ്പോഴും ദുഷ്കരമായി തുടരുന്ന സാഹചര്യത്തിലാണ് തുരങ്കപാത നമ്മളുടെ മുൻപിലേക്ക് വരുന്നത്. തുരങ്കപാതയുടെ പ്രവൃത്തി നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നിർവഹിച്ചിരുന്നു. അതോടുകൂടി ആളുകളുടെ മനസ്സിൽ വലിയൊരു പ്രതീക്ഷയ്ക്ക് തുടക്കമിടുകയും ചെയ്തു. കാരണം വയനാട്ടിലേക്കുള്ള യാത്ര ചുരം കയറിയല്ലാത്തൊരു യാത്ര, അത് യാഥാർത്ഥ്യമാകും എന്ന ആശ്വാസത്തിലാണ് കേരളക്കര തന്നെയുള്ളത്. അതുകൂടാതെയാണ് മറ്റൊരു ബദൽപാത. ഈ ബദൽപാത എന്നത് 1994 കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് അതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചത്. എന്നാൽ അത് എങ്ങുമെത്താതെ തടസ്സപ്പെട്ട് കിടക്കുകയായിരുന്നു. ആ സമയത്ത് പലതരത്തിലുള്ള ഇതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നടന്നിരുന്നുവെങ്കിലും അത് എവിടെയും എത്തിയിരുന്നില്ല. ആ പദ്ധതിക്കാണ് 2024 മാർച്ചിൽ സംസ്ഥാന സർക്കാർ ഇപ്പോൾ സാധ്യതാ പഠനത്തിനായി പണം അനുവദിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ സർവേ വീണ്ടും പുനരാരംഭിച്ചിരിക്കുന്നത്. അതിലൊരു വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നത് വയനാട് ജില്ലയിൽ എല്ലാ തരത്തിലുള്ള സർവേ നടപടികളും പൂർത്തിയാക്കിയതാണ്. പക്ഷേ കോഴിക്കോട് ജില്ലയിൽ വനാതിർത്തിയിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ സങ്കീർണമാക്കി. ആ സമയത്ത് തന്നെ, അതായത് ഈ പ്രവൃത്തി നിർമ്മാണോദ്ഘാടനം നടന്ന സമയത്ത് തന്നെ കൃത്യമായി അതിൽ പറഞ്ഞിരുന്നത് ഈ വനത്തിനുള്ളിൽ വലിയ തരത്തിൽ ഈ പ്രത്യേക ഇനം ഞണ്ടുകളുണ്ട്, ആനത്താരകളുണ്ട്, അതുകൊണ്ട് അത് സംരക്ഷിക്കേണ്ടതുണ്ട് എന്നൊരു റിപ്പോർട്ട് അന്നത്തെ വനം വകുപ്പ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് നൽകുന്നു. ആ റിപ്പോർട്ടിന്മേൽ അത് വലിയ തിരിച്ചടി ഉണ്ടാകുന്നു. അങ്ങനെ അത് എവിടെയും എത്താതെ കിടക്കുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ തുരങ്കപാതയ്ക്ക് അനുമതി ലഭിച്ചതോടെ ഈ ബദൽപാത, പൂഴിത്തോട് പടിഞ്ഞാറേത്തറ ബദൽപാത യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിൽ കൂടിയാണ് നമ്മൾ ഉള്ളത്. അതിന് പിന്നാലെയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ അതിൻ്റെ നടപടികൾ പെട്ടെന്ന് തന്നെ തീർക്കുന്നത്. ഈ വനമേഖലയിലാണ് ഇന്നലെ സർവേ ആരംഭിച്ചത്. 5 കിലോമീറ്റർ ചുറ്റളവിൽ GPS ഡ്രോൺ സർവേകളാണ് ആരംഭിച്ചത്. അത് വലിയ പ്രതീക്ഷയാണ് ഈ പ്രദേശത്തുകാർക്ക്. ഈ കർമ്മസമിതിക്കൊപ്പം പ്രദേശത്ത് നിരവധി ആളുകൾ ഇതിനുവേണ്ടി പ്രയത്നിക്കുന്ന ആളുകളൊക്കെ തന്നെയുമുണ്ട്. അവർക്ക് നൽകുന്നത് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ, വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഒക്കെ തന്നെയും ഈ സർവേയിൽ 21 അംഗങ്ങളാണ് ഈ സർവേയിൽ ഭാഗമാക്കാകുന്നത്. ഇതേ രീതിയിൽ കാലാവസ്ഥ, അതായത് മഴയില്ലാത്ത കാലാവസ്ഥയാണ്, ഇതേ രീതിയിൽ കാലാവസ്ഥ തുടരുകയാണെങ്കിൽ നാളെ കൊണ്ട് തന്നെ ഈ സർവേ പൂർത്തിയാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഉള്ളത്. 27 കിലോമീറ്ററാണ് മനു ഇതിൻ്റെ ദൂരം എന്ന് പറയുന്നത്. ഈ സർവേ പൂർത്തിയായാൽ ഉടൻ തന്നെ സ്ട്രക്ചറിലേക്ക് കടക്കാം എന്നതാണ് നിലവിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിൽ 9 കിലോമീറ്റർ കോഴിക്കോട് ജില്ലയിൽ വരുന്നു, ബാക്കി 18 കിലോമീറ്റർ വയനാട് ജില്ലയിൽ വരുന്നു എന്നതാണ്. അതിൽ ഒരുപാട് സ്ഥലങ്ങൾ, അതായത് ഒരു കാലത്ത് ഈ ചുരം ഇല്ലാതെ വയനാട്ടിലേക്ക് എങ്ങനെ കടന്നു ചെല്ലാം എന്ന ചിന്ത പുറത്തു വന്നപ്പോൾ ഈ ആദിവാസികൾ ഉപയോഗിച്ചിരുന്ന ഒരു വഴി എന്ന തരത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഈ ബദൽപാത, അതായത് പൂഴിത്തോട് പടിഞ്ഞാറേത്തറ ബദൽപാതയുടെ ചിന്ത തന്നെ മനസ്സിൽ വരുന്നത്. അതിൽ ഉൾപ്പെടുന്ന പ്രദേശം എന്നത് പൂഴിത്തോട് കോഴിക്കോട് ജില്ലയിൽ നിന്ന് 54 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ പൂഴിത്തോടേക്ക് എത്താം. പൂഴിത്തോട്, രണ്ടാം ചീളി, കരിങ്കണ്ണി, വിലങ്ങൻപാറ, അതിനൊപ്പം വയനാട്ടിലെ മേലെ കരിങ്കണ്ണി,
കാപ്പിക്കളം, പടിഞ്ഞാറത്തറ എന്നിവയാണ് ഈ ബദൽ പാതയിൽ ഉൾപ്പെടുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിലങ്ങൻ പാറയിൽ ഒരു തുരങ്കപാത കൂടി പണിതാൽ എത്രയും പെട്ടെന്ന് യാത്ര സുഗമമാക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പും വനം വകുപ്പും ഉള്ളത്. അതിനനുസരിച്ച് കൊണ്ടുള്ള നടപടിക്രമങ്ങളാണ് മുൻപോട്ട് പോകുന്നത്. അതായത് വർഷങ്ങളായി ഒരു ചലനവുമില്ലാതെ കിടന്ന ഒരു പദ്ധതിക്ക് LDO സർക്കാർ ഇപ്പോൾ പുതുജീവൻ നൽകുന്നു. അതിൽ വലിയ പ്രതീക്ഷയാണ് ഈ വയനാട്ടിലേക്ക് പോകുന്ന ആളുകൾക്കൊക്കെ തന്നെയും ഉള്ളത്, പങ്കുവെക്കാനുമുള്ളത്. മലയോര മേഖലയിലെ ആളുകൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഈ ഇടപെടലിനെ കാണുന്നത്. മനു, തുരങ്കപാതയ്ക്ക് അനുമതി ലഭിച്ചതിന് പിന്നാലെ തന്നെ ഈ പാതയ്ക്ക് കൂടി കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ലഭിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് സംസ്ഥാനമുള്ളത്. നമ്മൾ സംസാരിച്ചത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആ തുരങ്കപാതയ്ക്ക് പുറമെ ആ ബദൽ പാത കൂടി യാഥാർത്ഥ്യമാകുമ്പോൾ വയനാടിൻ്റെ മുഖച്ഛായ മാറുന്നത് എങ്ങനെയായിരിക്കും എന്നൊന്ന് ഓർത്തു നോക്കിക്കേ. എന്തൊരു വികസനമായിരിക്കുമല്ലേ നമ്മുടെ നാട്ടിൽ നടക്കാൻ പോകുന്നത്. ഒന്ന് ഓർത്തു നോക്കുക, വയനാട്ടിലേക്ക് ഇതിനു മുൻപ് വഴിവിട്ടിയത് ബ്രിട്ടീഷ് ഭരണകാലത്താണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മുടെ താമരശ്ശേരി ചുരമൊക്കെ. അതിനുശേഷം അങ്ങോട്ടേക്ക് വഴിവെട്ടുന്നത് നമ്മുടെ സർക്കാരാണ്. ഈ 2025-ലാണ് തുരങ്കപാത. ആ തുരങ്കപാതയ്ക്ക് പുറമെയാണ് ഇപ്പോൾ ഈ ബദൽ പാതയുടെ സാധ്യതകൾ കൂടി പരിശോധിക്കുന്നത്. അതിൻ്റെ സമഗ്രമായ വിവരങ്ങളാണ് മേഘ നൽകിയത്. അതും യാഥാർത്ഥ്യമാകട്ടെ. നമുക്ക് ഏറ്റവും മനോഹരമായ, ഏറ്റവും ആധുനികമായ യാത്രാ സംവിധാനങ്ങൾ പ്രാപ്യമാകട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കാം.